ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടുഡേയ്സ് ഓൺലൈൻ മാത്സ് സെഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ, ബോഡ് മാസ് റൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സിംപ്ലിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സോൾവ് ചെയ്യുന്നത്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഒരു കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അതാണ് ഈ സിംപ്ലിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബോഡ് മാസ് റൂളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഈ മാത്തമാറ്റിക്സിൽ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള കറക്റ്റ് ഓർഡറാണ് ആക്ച്വലി ഈ ബോഡ് മാസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സിൽ പല ഓപ്പറേഷൻസ് ഉണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻ ചെയ്യേണ്ട കറക്റ്റ് ഓർഡറാണ് ഈ ബോഡ് മാസ് റൂൾ പ്രകാരം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോഡ് മാസിൻ്റെ മീനിങ് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഈ ബോഡ് മാസിലെ ഓരോ ലെറ്ററും ഓരോ ഓപ്പറേഷൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ബി ഫോർ ബ്രാക്കറ്റ്സ്, ഒ ഫോർ ഓർഡേഴ്സ്, ഡി ഫോർ ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ. ഓക്കെ, ഇതാണ് ആക്ച്വലി ബോഡ് മാസിൻ്റെ മീനിങ്. അതായത് ബ്രാക്കറ്റ്, ബി ഒ ഓർഡേഴ്സ്, ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇതാണ് ബോഡ് മാസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓപ്പറേഷൻസിൻ്റെ ഓർഡർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലാദ്യം തന്നിരിക്കുന്ന ബ്രാക്കറ്റ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നീട് അതിൻ്റെ ഓർഡർ നോക്കണം. അതായത് വല്ല റൂട്ട്സോ അല്ലെങ്കിൽ സ്ക്വയറോ പവറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അതും ചെയ്തു വരേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഇങ്ങനെ തിയറി പറഞ്ഞു പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതൊരു എക്സാമ്പിൾ വെച്ച് ടീച്ചർ പറഞ്ഞു തരാം, അപ്പോൾ അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6+2 × 3, 6+2 × 3 ഇതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് ആഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. അതായത് 6ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പലർക്കും ഉണ്ടാവാം. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്. ഓക്കെ, അപ്പോൾ ബോഡ് മാസ് റൂൾ പ്രകാരം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ബോഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ്. അതിന് ശേഷമാണ് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2നെയും 3നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 2 × 3 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, ഇനി ആ കിട്ടിയ 6നെ, അതായത് 2 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 6 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 6ൻ്റെ കൂടെ 2 × 3 6ഉം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം 12 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഇവിടെ അഡീഷൻ ചെയ്തത്. ഇത് ബോഡ് മാസ് റൂൾ പ്രകാരമാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8+4 / 2. ഓക്കെ, 8+4 / 2 ഇതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ആദ്യം ഡിവിഷൻ അല്ലേ ചെയ്യേണ്ടത് എന്നൊരു തോട്ട് നിങ്ങൾക്ക് വരും. പക്ഷേ ഇവിടെ
വേറൊരു സംഗതിയും കൂടെ ഉണ്ട്. എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്. 8+4 എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്താണ്. ഓക്കെ, അപ്പോൾ ഈ ബോഡ് മാസ് റൂളിലെ ബി ഡിനോട്ട് ചെയ്യുന്നത് ബ്രാക്കറ്റ്സ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 8+4 എത്രയാണ്? അത് 12 ആണ് അല്ലേ? 12. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ 8+4 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈ 12നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 6 കിട്ടുന്നുണ്ട് അല്ലേ? സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്തു, ആൻഡ് ആ കിട്ടിയ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്കിവിടെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? 18 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ്. ഓക്കെ, ബോഡ് മാസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി ആ 6നെ എന്ത് ചെയ്യണം? 18 ഡിവൈഡ് ബൈ 3 ചെയ്ത് കിട്ടിയ ഈ 6നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓക്കെ, സോ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് 15 മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു 2. ഇതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങും? കുറച്ചും കൂടെ പ്രോബ്ലംസ് കോംപ്ലിക്കേറ്റഡ് ആയി തുടങ്ങി അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബോഡ് മാസ്. അതിലാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ 15 മൈനസ് ഈ ബ്രാക്കറ്റിനകത്തുള്ള നമ്പർ ഏതാണ്? അത് 5 ആണ്. ഓക്കെ, 5 ഇൻറ്റു 2 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി 15, ഇനി ഈ സബ്ട്രാക്ഷൻ ആണോ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആണോ ചെയ്യുക? ബോഡ് മാസ് എം കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ വരുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. സോ മൈനസ് 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10 ആണ്. സോ 15 മൈനസ് 10 ഇസ് ഈക്വൽ ടു 5 ഈസ് ദ ആൻസർ. ഓക്കെ, സോ അത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ ഉണ്ട്. വി ഹാവ് ടു സോൾവ് 24 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2. ഓക്കെ, ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള അടുത്ത പ്രോബ്ലം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സിനെ ചെയ്തു നോക്കാം. 24 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് 4 പ്ലസ് 2? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 24നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് ആൻസർ കിട്ടുന്നത് 4 ആണ്. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബോഡ് മാസ് ചെയ്യേണ്ടത്. ടീച്ചർ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.